ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ തൊടിയിൽ ഇറങ്ങിക്കാണ് കേട്ടോ. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ സൺഡേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാറുള്ളൂ. അല്ലാത്ത ടൈമുകളിൽ നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തൊടിയിലിറങ്ങി കുറച്ച് തേങ്ങ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ആൾപ്പെരുമാറ്റം തൊടിയിലില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ ഇറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനിന്നെ കോണിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഉമ്മയും അതുപോലെ മുത്തച്ഛി നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലാണ് ഞാൻ തേങ്ങയൊക്കെ പെറുക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 4 പുറം ബൗണ്ടറി കെട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ആൾപ്പെരുമാറ്റം ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും തേങ്ങ ഇടുന്ന ആളെ വിളിപ്പിച്ചിട്ടാണ് തേങ്ങ ഇടാറ്. ഇത്തവണ നമുക്ക് തേങ്ങ ഇടാൻ വേണ്ടി ആളെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി താഴെ വീണിട്ടുള്ള തേങ്ങകളൊക്കെ പെറുക്കി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ കോണി വെച്ചിട്ട് തന്നെ മുകൾക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ തൊടി. അത്യാവശ്യം തേങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് നെയ്ച്ചോറും ചിക്കൻ കടായി ഉണ്ടാക്കി കൊടുക്കുക. അതും അടുപ്പിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മടി കാരണം നമ്മൾ ഗ്യാസിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞ് പിന്നെ ടൈൽസിൽ കുറച്ച് പുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കാനൊക്കെ പണി. അപ്പോൾ ഇതല്ലേ ബെറ്റർ. അപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ്യും കുപ്പി കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ നെയ്യില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് ചെറിയൊരു ഡബ്ബയാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് അന്ന് യൂസ് ചെയ്യാൻ മാത്രം ചെറിയൊരു ഇതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനും സിമ്പിളാണല്ലോ. നെയ്ച്ചോറും ചിക്കൻ കടായി നല്ല കോമ്പിനേഷൻ ആണേനും ഉണ്ടാക്കാനും സിമ്പിളാണ് കേട്ടോ. കുക്കറിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അല്ലെങ്കിൽ റൈസ് കുക്കറിൽ നമ്മൾ വറ്റിക്കാമല്ലോ, അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സവാള മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉള്ളി വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ വെച്ച് കുക്കറിൽ തന്നെ വെച്ച് അതിനകത്ത് തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. എന്നാലും മക്കൾക്ക് ഇഷ്ടമാണ്. അവർക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ നമുക്ക് ഇതിനൊന്നും കഴിയില്ലല്ലോ. സ്കൂളുള്ളത് തന്നെ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈമും ഉണ്ടാവാറില്ല. അപ്പോൾ കിട്ടുന്ന 2 ദിവസങ്ങൾ അവരെ ഹാപ്പിയാക്കി ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അധികം സാറ്റർഡേ സൺഡേ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു നായി അരിയാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 1.5 നായി വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കാറ്. അങ്ങനെ ഞാനിവിടെ കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു വിസിൽ വന്നിട്ട് നമ്മളുടെ തീ ഓഫ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിത് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ 2 വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ചോറ് അവിടെ ആവുന്നുണ്ട്. ഇനി കുറച്ച് ചിക്കൻ നമ്മളുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ കടായിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ കടായിക്ക് നമുക്ക് ആദ്യം മസാല പിടിപ്പിക്കണമല്ലോ. ഞാനിവിടെ നമ്മുടെ നോർമൽ മസാല തന്നെയാണ് കേട്ടോ. സുർക്ക, അതുപോലെ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, കോൺഫ്ലോർ, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ചിക്കൻ അതിനകത്തിട്ട് കുറച്ച് ടൈം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യിൽ ഓയിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്ന് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളുടെ നെയ്ച്ചോറ് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനത് ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേവ് അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളുടെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് വേപ്പിനിലുണ്ടല്ലോ, അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പുറത്ത് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ചിക്കനൊന്നും കറിവേപ്പിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ പൊരിക്കുന്ന മണം കേട്ടാൽ തന്നെ ലീന് വരും കേട്ടോ. അമ്മച്ചി ചോറ് ഇതാ പറഞ്ഞിട്ട് അവളുടെ ഫേവറേറ്റ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന് അങ്ങനെ എടുത്ത് കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളുടെ ചിക്കൻ കടായി ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ കടായി സിമ്പിളാണ്. നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ
നമ്മളുടെ ചില്ലി സോസ് സോയാ സോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഞാൻ മുഴുവനും ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലോട്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ കടായി ഉണ്ടാക്കി എടുക്കുന്നത്. അതിന് വേണ്ടി ഒരു ചെറിയൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉള്ളി വഴറ്റി എടുക്കുന്നത്. അത് ഞാനൊരു നമ്മളുടെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയ്യിലുണ്ടായിരുന്നു, നമുക്ക് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാനല്ലേ. പിന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും സിമ്പിൾ കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ കാക്കു എപ്പോഴും എന്നെ ചീത്ത പറയാറുണ്ട്, കട്ടിംഗ് ബോർഡ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്, അതിനകത്ത് വെച്ച് കട്ട് ചെയ്തുകൂടെ. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പ പണി എന്നുള്ളത് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാറ്. പിന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ മസാല ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഒരു തള വന്നു കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതവിടെ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ കോൺഫ്ലവർ ഒഴിച്ചിടല്ലേ, അതൊന്ന് വെന്ത് കിട്ടുന്നവരെ. ചിക്കൻ ഓൾറെഡി നമ്മൾ വേവിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ചിക്കൻ വേവിച്ചിട്ട് ഒരു വിസിൽ വേവിച്ചിട്ട് പിന്നെ വേണമെങ്കിലും കോൺഫ്ലവർ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് അതിനകത്ത് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി കോൺഫ്ലവറും കൂടെ ആകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.